ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഒരു വലിയ തീം എന്ന് പറയുന്നത് ഇതിലെ സ്ത്രീധനമാണ്. ആ സാധനം വളരെ കൃത്യമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില അപൂർവ സിനിമകളുടെ ടൈറ്റിലാണ് സ്ത്രീ ആപ്റ്റായിട്ട് വരിക. ഇത് പൊന്മാൻ എന്നുള്ള പേര് ആപ്റ്റാണ് ഈ സിനിമയ്ക്ക്. അതായത് ഒന്ന് പൊന്മാൻ, ഈ പൊന്നിന് വേണ്ടിയിട്ടുള്ള ഈ പൊന്നു കൊണ്ട് നടക്കുന്ന ഒരാൾ എന്നുള്ളത് നമുക്ക് ആദ്യമേ ഇവർ തന്നിരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള മറ്റേത് കിങ് ഫിഷർ എന്നുള്ള ഒരു ഐഡിയോളജി. അതായത് ഈ വെള്ളത്തിലുള്ള മീനിനെ അണ്ണം പറന്ന് വെള്ളത്തിൽ മുങ്ങി പൊടിക്കും. ആളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, വളരെ മികച്ച ക്യാരക്ടറാണ് ഈ ബേസിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. അത് ശരിക്കും പൊന്നാണ്. ആ പൊന്നിനേക്കാളും വെട്ടം ആ മനുഷ്യനുണ്ട് ശരിക്കും. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾ ബേസിൽ ജോസഫ്, പുള്ളി ആസ് യൂഷ്വൽ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ ഇൻറ്റൻസ് ഇമോഷണൽ സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് വരുമ്പോൾ അയാൾ വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോകണത് ബേസിൽ ജോസഫ് തന്നെ. പുള്ളി സ്ക്രീനിൽ വന്നതിന് ശേഷം പടം ഒരു ലിഫ്റ്റ് ഉണ്ട്, വേറെ ലെവലായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും ആ പഴയ ഇഷ്ടമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് തോന്നിട്ടോ. അത് ആ ക്യാരക്ടർ ആൾ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. സജിൻ ഗോപു എന്നാ ഒരു ഹെവി വില്ലൻ ലുക്കടേ, അത് കറക്റ്റ് ഒരു തനി എന്താ പറയുക, ഒരു കാടൻ ആ ഒരു സാധനമാണ് അവർ ഉദ്ദേശിച്ചത്. അത് കൃത്യമായിട്ട് അങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതായത് സച്ചിൻ ഗോപന്റെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഓരോ സിനിമകളും എടുത്ത് എണ്ണിപ്പെറുക്കി വെച്ച് കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആണ് പൊന്മാനിലെ ഇയാൾ ചെയ്തിട്ടുള്ള മരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടർ. തങ്കച്ചേട്ടൻ്റെ ആ സാധനം. പിന്നെ ലിജോ മോൾ ജോസ് നൈസായിരുന്നു. സ്റ്റെഫി ഗ്രാഫ് പുള്ളിക്കാരിയുടെ പേര് കേട്ടോ, പൊളിയാണ്. എന്നിട്ട് സച്ചിൻ ഗോപന്റെ പേര് മരിയാനോ. വേറെ ലെവൽ പേരുകളാണ്. ഈ GR ഇന്ദു ഗോപന്റെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ സിനിമയുടെ ഡയലോഗ്സ് ഒക്കെ നല്ല പവറാണ്. എന്ത് രസാന്നറിയോ, അത്രയ്ക്കും നമുക്കിങ്ങനെ കൊള്ളും ഓരോ ഡയലോഗ്. പറയാൻ ആഗ്രഹിച്ച ഡയലോഗ് അതിങ്ങനെ തുറന്നിങ്ങനെ പറയാം. കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. കാര്യം ഈ ഒരു സിനിമ നമ്മളിലോട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അത് നൈസാണ്. സ്ത്രീധന നിരോധനം നമ്മുടെ നാട്ടിൽ നടപ്പായി കഴിഞ്ഞു എന്ന് പറയുന്ന ആ അസുലഭ സുന്ദര വാർത്ത ഇന്നും അറിഞ്ഞിട്ടില്ലാത്ത, അതിനൊക്കെ വേണ്ടി ഒരു ജീവിതം തന്നെ ഹോമിക്കേണ്ടി വരുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട്. അവരുടെ ഇടയിൽ ഒരു കല്യാണം നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് അവർ അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രെസ്സും പെയിനും ഒക്കെ ഈ അഭിനേതാക്കളുടെ പെർഫോമൻസ് മികവിലൂടെ ഒക്കെ നമ്മളിലേക്ക് വളരെ ഗംഭീരമായിട്ട് എത്തിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ശരിക്കും ഒരു നല്ല കിടില മെസ്സേജ് ആട്ടത്. അത് നമ്മളെ കൊല്ലം തിരുവനന്തപുരംകാർക്കൊക്കെ കട്ടയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു കൊല്ലക്കാരുടെ സിനിമ കണ്ട ഒരു കൊല്ലക്കാരന്റെ സംതൃപ്തിയോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ ടൈറ്റിൽ സോങ് കണ്ടപ്പോൾ തന്നെ ഇത് നമ്മുടെ കൊല്ലം അല്ലേടേ എന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് കൊല്ലവും ആ ഒരു ടൈറ്റിൽ സോങ്ങിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഹ്യൂമർ ഉണ്ട്, നമുക്ക് ചിരിക്കാനുള്ള എലമെന്റുകളുണ്ട്. പക്ഷെ അത് ജീവിത യാഥാർത്ഥ്യങ്ങളെ നോക്കി ഒരാൾ പറയുന്ന ഡയലോഗുകളിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളാണ്. അതിനകത്ത് ആ കൂടി ഒരൊറ്റ കോമഡി കണ്ടേ ഉള്ളൂ, അത് കിടിലൻ സാധനമാണ്. ആ സെക്കൻഡ് ഹാഫിൽ ഒരു കോമഡി ഉണ്ട്, എന്റെ പൊന്നെ അത് ചിരിച്ച് പണ്ടാരോടങ്ങും. എന്തായാലും അടിപൊളി സിനിമ കേട്ടോ. ഇതിനധികം ലാഗ് ഇല്ലടേ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഈ ഒരു ചെറിയ ത്രെഡ് വെച്ചിട്ട് തന്നെ അവർ നല്ല എൻഗേജിങ് ആയിട്ട് ഈ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ആ നാടിനെ, അവിടുത്തെ കൾച്ചറിനെ, അവരുടെ രീതികളെ, ഈ പറയുന്ന ക്യാരക്ടേഴ്സിന്റെ ഓരോ മൂവ്മെന്റ്സിനൊക്കെ ഒപ്പിയെടുത്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാര്യം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പോലെ തോന്നിയത് കണ്ടപ്പോൾ. ഒരു വളരെ സിമ്പിൾ, ഒരു ഹമ്പിളായിട്ടുള്ളൊരു പടം, നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റിയ ഒരു സാധനമാണ്.